ഏറെ പങ്കിട്ടു. എന്നെ തേടാനും കൂടെ നിൽക്കാനും വരുമല്ലോ അവരെന്നാശിച്ചു. പണമില്ലാതായി ബലമില്ലാതായി ആർക്കും വേണ്ട കറിവേപ്പിലയാ. ദൈവത്തിൻ സ്നേഹം ഓർത്തു ഞാൻ ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും നിൻ കരമെൻ തോളിൽ പതിച്ചു. ദുഃഖം മറഞ്ഞു എൻ മിഴികൾ നിറഞ്ഞൊഴുകി. ഹൃദയം തകർന്നൊരു നാൾ യേശുവേ നിന്നെ വിളിച്ചു. കരുത്തേകും സ്നേഹിക്കുന്ന സ്വർഗ്ഗപിതാവാം ദൈവമേ, അവിടുന്ന് നൽകിയിരിക്കുന്ന ഈ സ്നേഹഭംഗിയായി തികച്ചും അവിടുത്തെ സന്നിധിയിലേക്ക് യാത്ര ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ ദാസിയുടെ ആത്മാവിനെ ഇമ്പങ്ങളുടെ വറുദീസയിൽ അവിടുന്ന് ആശ്വസിപ്പിക്കുന്നു. ഈ ലോകത്തിലായിരുന്നപ്പോൾ അറിഞ്ഞോ അറിയാതെയോ മനസ്സോടോ മനസ്സുകൂടാതെയോ നിന്റെ സന്നിധിയിൽ ചെയ്തു പോയിട്ടുള്ള എല്ലാ തെറ്റുകളെയും കുറ്റങ്ങളെയും അവിടുത്തെ കൃപയാൽ നിന്റെ മകളോട് അവിടുന്ന് ക്ഷമിക്കണമേ. ദുഃഖാതിരായിരിക്കുന്ന കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിക്കണമേ. കണ്ണിരുന്ന കണ്ണുനീരും ഹൃദയത്തിന് വേദനയും അവിടുന്ന് തുടച്ചു നീക്കണമേ. എൻ്റെ ദാസിയിലൂടെ ഈ ലോകത്തിന് കുടുംബത്തിന് ലഭിച്ച എല്ലാ കൃപകൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. ഞങ്ങളും ഞങ്ങളുടെ മരിച്ചുപോലും ഒരുമിച്ച് എന്നും എന്നാളും നിന്നെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനായിട്ട് തന്നെ ആമേൻ. കാഴ്ചയായി നാം
ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു, ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി സ്ഥലം ഒരുക്കുക, ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങൾ ഇരിക്കേണ്ടതിന് പിന്നെ വന്ന് എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളാമെന്ന് വാഗ്ദത്തം ചെയ്ത ഞങ്ങളുടെ കർത്താവേ, അവിടുന്ന് പാപത്തിന്മേലും മരണത്തിന്മേലും ജയിച്ചു ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ദൈവമായി ഞങ്ങളോടൊപ്പം ഉള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. കർത്താവേ, ഒരു പുതുവർഷത്തിൻ്റെ ആരംഭം കണ്ട പ്രിയ മാതാവ് ഇന്ന് ഞങ്ങളോടൊപ്പം ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുന്നതായി പ്രത്യേക സന്ദർഭത്തിൽ കർത്താവേ, നിന്റെ മകളുടെ ധന്യമായ ജീവിതത്തിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, നിന്നെ സ്തുതിക്കുന്നു. ദീർഘായുസ്സുകൊണ്ട് നീ നിന്റെ മക്കൾക്ക് തൃപ്തി കൊടുത്തു. തലമുറകളുടെ സന്തോഷങ്ങൾ കാണുവാൻ കർത്താവെ, അവരുടെ സ്നേഹം അനുഭവിക്കാനായിട്ട് ഈ നാളുകളിൽ ഓരോ ഭവനത്തിലും കടന്നു വന്ന് കർത്താവെ, അവിടുത്തെ സ്നേഹത്തിൻ്റെ സന്തോഷത്തിൻ്റെ അനുഭവങ്ങൾ പങ്കിടുവാൻ നിന്റെ മകളെ നീ ഒരുക്കിയതിൻ്റെ വലിയ കരുണയ്ക്കായിട്ട് സ്തോത്രം. അത് വിട പറയാൻ വേണ്ടി ആയിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞില്ല കർത്താവെ. എന്നാൽ ഈ ലോകത്തു നിന്നും കർത്താവെ, വേദനയില്ലാത്ത, കഷ്ടതയില്ലാത്ത, പാപമില്ലാത്ത ലോകത്തിൻ്റെ അവസ്ഥയിലേക്ക് നിന്റെ മകളെ മാറ്റിയിരിക്കുന്നതായ പ്രത്യേക സന്ദർഭത്തിൽ കർത്താവെ, വേർപാട് ദുഃഖകരമെങ്കിലും ഞങ്ങൾ തിരുസന്നിധിയിലെ സ്തോത്രത്തോടെ കടന്നു വന്ന് നിനക്ക് മഹത്വം കരയേറ്റുന്നു, അങ്ങയെ സ്തുതിക്കുന്നു. പ്രിയ അമ്മച്ചിയുടെ ജീവിതത്തിനായിട്ട്, വിശ്വാസത്തിനായിട്ട്, മാതൃകകൾക്കായിട്ട്, സ്നേഹത്തിനായി, കരുതലിനായി, പങ്കിടലിനായിട്ടൊക്കെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, അവിടുന്ന് ക്രൂശിലൂടെ കാണിച്ചു കൊടുത്ത വലിയ സ്നേഹം നിന്റെ മകളുടെ ജീവിതത്തിലൂടെ പകർന്നു നൽകുവാൻ തക്കവണ്ണം നീ ഒരു മുഖാന്തരമായി ഉപയോഗിച്ചതോർത്ത് നന്ദിയോടെ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, മരണം ജീവിതത്തിൻ്റെ അവസാനമല്ലെന്നും നിത്യതയുടെ ആരംഭമാകുന്നുവെന്നും അവിടെ തൻ്റെ ജീവിതത്തിലൂടെ ഞങ്ങൾക്ക് കാണിച്ചു തന്നതിന് സ്തോത്രം. കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്കോട് അരുളി ചെയ്തല്ലോ, ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. നിന്നിൽ വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ചെയ്ത നിന്റെ മകൾ നിത്യതയിൽ ഒരുമിച്ച് കാണാമെന്നുള്ള പ്രത്യാശയോടെ യാത്ര പറയുവാൻ അവിടുന്ന് സഹായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രത്യേകിച്ച് രാജുവിനെ മനസ്സിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നാളുകളിൽ കർത്താവെ, മാതാവിന് ആവശ്യമായിട്ടുള്ള ശുശ്രൂഷകൾ നൽകുവാൻ തക്കോണം ഈ അവസാന നാളുകളിൽ നിന്റെ മക്കളെ നീ ഒരുക്കിയ നിന്റെ കരുണയ്ക്കായിട്ട് സ്തോത്രം. ഈ ഭവനത്തിൽ വന്ന് പാർത്ത നിന്റെ മകൾ ഇനി ഞങ്ങളോടൊപ്പം പാർക്കില്ലല്ലോ കർത്താവെ, നീ ഒരുക്കിയ നിത്യസ്വസ്ഥതയിലേക്ക്, നിത്യവാസ സ്ഥലത്തേക്ക് നിന്റെ മകൾ കടന്നുപോയിരിക്കുന്നു. അവിടേക്ക് കടന്നു വന്ന് കാണാമെന്നുള്ള പ്രത്യാശയോടെ കർത്താവെ, ഇന്ന് ഈ ഭവനത്തിൽ നിന്ന് ഭൗതിക ശരീരത്തോട് വിട പറയുവാൻ നിന്റെ മക്കളെ അവിടുന്ന് ഒരുക്കുകയും സഹായിക്കുകയും ചെയ്തു. അവരുടെ ഹൃദയത്തിൽ കർത്താവെ, നീ കൊടുത്തിരിക്കുന്ന ധൈര്യത്തിനും പ്രത്യാശയ്ക്കുമായിട്ട് സ്ഥിതിക്കുന്നു. നാളെ നടക്കുന്ന ശവസംസ്കാര ശുശ്രൂഷയൊക്കെ അനുഗ്രഹകരമായി തീരുവാൻ സഹായിക്കുന്നതിന് നിന്റെ മകൾക്ക് ഏറ്റവും നല്ലൊരു യാത്രയൊക്കെ നൽകുവാൻ അവിടുന്ന് ഒരു യാത്ര തീർത്തുമെന്ന് പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിലായിരിക്കുന്ന മക്കളെയും കൊച്ചുമക്കളെയും കുടുംബാംഗങ്ങളെയും എല്ലാവരെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഈ ലോകത്തിൽ നിന്ന് അവരുടെ പ്രിയ മാതാവ് മാറ്റപ്പെട്ടതിൻ്റെ വേദനയിലായിരിക്കുന്നു. ഞങ്ങൾ സ്നേഹിച്ച പ്രിയ അമ്മച്ചിയെ, ഞങ്ങൾ സ്നേഹിച്ചൊരുവരെയായ ജീവൻ കൊടുത്ത് സ്നേഹിച്ച കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പോയിരിക്കുന്നു എന്നുള്ള ധൈര്യവും പ്രത്യാശയും നൽകി എൻ്റെ മക്കളെ അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്യണമേ. ഖാനാവിലെ വിവാഹം കർത്താവെ, ലാസുണ്ട് മരണത്തിൽ കർത്താവെ ഭവനത്തിലേക്ക് കടന്നു എന്നതായ കർത്താവ് അവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്ന് കരഞ്ഞതുപോലെ ഇന്ന് ഇതിൻ്റെ മക്കളുടെ വേദനയിൽ പങ്കുചേരുവാൻ ഇവിടെ അവിടുന്ന് എഴുന്നള്ളിയിട്ടുണ്ട് എന്നുള്ളത് വിശ്വാസം കണ്ടുകൊണ്ട് കണ്ട് ഇതിൻ്റെ സ്തോത്രം പറയുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പൗരീശ്വരനെ കർത്താവെ, ഇപ്പോൾ ഈ ഭവനത്തിൽ നിന്ന് ഞങ്ങൾ കർത്താവെ എൻ്റെ മകളുടെ ഭവനത്തിലേക്ക് യാത്രയാകുന്നു. നീ സാന്നിധ്യം കൂടെ ഇരിക്കണമേ. കടന്നു വന്ന് അവിടുത്തെ സന്നിധി തലകളെ ഉണക്കിയിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കടന്നുപോക്ക് എപ്പോഴാണെന്ന് ഞങ്ങൾ അറിയായികയാണ്. എല്ലാം പോയി ഒരുക്കമുള്ളവരാ ജീവിപ്പാൻ തക്കവണ്ണം സഹായിക്കണം. ഈ ദിവസങ്ങൾ ദുഃഖത്താലും വേദനയാലും ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവർ വേർപാടും ദുഃഖത്തിലായിരിക്കുന്ന എല്ലാവരെയും തിരുക്കരങ്ങൾ ഞങ്ങൾ അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പ്രത്യാശ കൊണ്ട് എല്ലാവരെയും അവിടെ നിന്ന് നിറയ്ക്കണമേ. ഈ ലോകത്തിന് എടുക്കുവാനും കൊടുക്കുവാനും പറ്റാത്ത സ്വർഗീയ സമാധാനം എല്ലാവർക്കും നൽകി അവിടുന്ന് ആശ്വസിപ്പിക്കുകയും ധൈര്യപ്പെടുത്തുകയും ചെയ്തു പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് അവിടെ കേൾക്കണം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നീങ്ങണമേ. നമ്മുടെ കർത്താവേ ശിംശിയായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധ റൂഹായുടെ സംസർഗവും സഹവാസവും നാം ഓരോരുത്തരോടും കൂടെ ഇന്ന് വന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ
പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. എന്നെയോർത്തിനി കരയല്ലേ, ആത്മനാ കൂടെ ഞാനുണ്ടല്ലോ. ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. ഭൂവിൽ നിങ്ങൾ ആനന്ദിക്കാൻ ദ്യോവിൽ ഞാൻ പ്രാർത്ഥിച്ചിടുന്നു. സൂര്യൻ മറയാത്ത സിയോനിൽ സ്വർഗതാതന്റെ സന്നിധിയിൽ സമയത്തിൻ പൂർണ്ണതയിൽ നാം ചേരും ദൈവസ്തുതികളാൽ. ആശ്വാസത്തിൻ പൂർണ്ണ
കർത്താവെ, ഈ മൺകൂടാരത്തിൽ ഞങ്ങളുടെ ജീവനെ അവിടുന്ന് നിക്ഷേപിച്ച് ഈ ആയുസ്സിൽ ഈ ഭൂമുഖത്ത് ജീവിപ്പാൻ തക്കോണം ഞങ്ങൾക്കൊരവസരവും പദവിയും തന്ന് ഞങ്ങളെ സ്നേഹിച്ച അവിടുത്തെ സ്നേഹത്തിനായ സ്തോത്രം. മാത്രവുമല്ല കർത്താവെ, പാപ സ്വഭാവമുള്ളവരായ ഞങ്ങൾ പാപത്തിൽ നഷ്ടപ്പെട്ടു പോകാതിരിക്കത്തക്കോണം അവിടുത്തെ ഏകജാതന പുത്രനെ നൽകി ഞങ്ങളെ സ്നേഹിക്കുവാൻ തക്കോണവും അവിടുത്തെ സ്നേഹം ഞങ്ങളുടെ മേൽ ചൊരിഞ്ഞതുകൊണ്ടും നന്ദിയോടെ ഞങ്ങൾ അവിടുത്തെ വാഴ്ത്തുന്നു. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. ഊഴിയായ ദേഹവും മായയാർന്ന ലോകവും വേർപിരിഞ്ഞു പോയിടും നിത്യമന്ദിരത്തിൽ ഞാൻ. അല്ലൽ തെല്ലുമേശിടാത്ത ക്ലേശമേതുമേറ്റിടാത്ത ശാന്തി ഭൂമി പൂകിടാൻ പോയിടുന്നു ഞാൻ മുതാ. വിശുദ്ധരൊത്തു വാഴുവാൻ ഈശനെ പുകഴ്ത്തുവാൻ ദൈവദൂതരൊത്തു നിത്യ ത്രിത്വഗീതി പാടുവാൻ. ധന്യമായി ജീവിതം പോൽ കാമ്യമായതൊന്നുമേ ഇല്ല മണ്ണിലെന്നു നിങ്ങൾ എന്നുമേ സ്മരിക്കണേ. ശക്തിയോ പ്രതാപമോ വിദ്യയോ സമൃദ്ധിയോ
സ്മരിക്കണേ. സ്നേഹമുള്ള നിങ്ങളോട് ചൊല്ലിടുന്നു യാത്ര ഞാൻ. എൻ പിതാവിൻ പക്കലേക്ക് പോയിടുന്നു ഞാൻ മുതാ. അമ്മച്ചിയുടെ ജീവിതത്തിൽ നമുക്ക് ലഭിച്ച ആ സ്നേഹത്തെ ഓർക്കുവാൻ തക്കോളം അമ്മച്ചിയുടെ ജീവിതത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിസ്ഥാനമാണല്ലോ നമ്മുടെ ഉപയോഗി. ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ ഈ ലോകത്തെ ജീവിതത്തിന് വിരാമമിടുന്ന ഒരു അവസ്ഥയാണ് മരണം. ഒരു വ്യക്തി ഈ ലോകത്തിൽ ജനിച്ചാൽ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടണമെന്ന് ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയാണ്. അത് എത്ര നാള് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ചിലപ്പോൾ ജനിക്കുന്ന സമയത്ത് തന്നെ മരിച്ചു പോകുന്നവരുണ്ട്. ചെറുപ്രായത്തിൽ കുറച്ചു നാൾ മാത്രം ജീവിച്ച് മരിച്ചു പോകുന്നവര്, മധ്യവയസ്സനായി മരിച്ചു പോകുന്നവര്, പ്രായം ചെന്ന് മരിച്ചു പോകുന്നവര്, വിവിധ പ്രായത്തിൽ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നവർ അനേകരാണ്. എന്നാൽ കഴിഞ്ഞ 87 വർഷക്കാലം ഈ ദേശത്ത് ഈ ലോകത്ത് ദൈവം പ്രിയപ്പെട്ട അമ്മച്ചിയെ നൽകിയതിൽ നമുക്ക് ദൈവം നന്ദി കരയറ്റും. ശ്രേഷ്ഠമായിട്ട് ജീവിക്കാൻ തക്കോളം തന്നെ ഏൽപ്പിച്ച ജീവിതത്തിന്റെ ശുശ്രൂഷകൾ ധന്യതയോടെ നിർവഹിക്കാൻ തക്കണം പ്രിയപ്പെട്ട അമ്മച്ചിയെ ദൈവം മാത്രം ഇടയാക്കിയ ദൈവത്തെ സ്തുതിക്കും. വേർപാട് നമ്മുടെ ജീവിതത്തിൽ ദുഃഖവും വേദനയും നിരാശയും പ്രയാസവും നൽകുമെങ്കിലും നമ്മൾ വാങ്ങിപ്പോയിട്ടുള്ള പ്രിയപ്പെട്ടവരോടൊപ്പം നാം എങ്ങനെയാണ് ജീവിച്ചതെന്നും അവരോട് നമുക്ക് എങ്ങനെയൊക്കെയാണ് സ്നേഹവും കരുതലും വാത്സല്യവും ഒക്കെ ലഭിച്ചതെന്നും ഓർക്കുവാനും അതിന് ദൈവം നന്ദി കരയറ്റുമെന്ന് നമുക്ക് ഇടയാകേണ്ടത് ഏറ്റവും വലിയ ആവശ്യം. ഏത് ദിവസവും ഏത് നിമിഷവും മരണം നമ്മളെ സമീപിക്കും. എന്നാൽ നമ്മളെ മരണം സമീപിക്കുന്നതിന് മുമ്പ് ഓരോ വിശ്വാസത്തെയും ഓരോ മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേക കടമയാണ് അവന് ലഭിച്ച ആയുസ്സിനെ എങ്ങനെയാണ് വിനിയോഗിച്ചത്. 90-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം ഒരു വാക്യമുണ്ട്: ഞങ്ങൾ ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കാൻ തക്കോളം ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ ഉപദേശിക്കണം. Kindly help us to count down our days so that we can achieve and wisdom heart. ജ്ഞാനമുള്ള ഹൃദയം പ്രാപിക്കുക. ഓരോ ദിവസവും ദൈവം മനുഷ്യനെ കുറിച്ച് ആഗ്രഹിക്കുന്ന വലിയൊരു വസ്തുതയാണ് എങ്ങനെയാണ് ജ്ഞാനം ഉൾക്കൊള്ളാൻ സാധിക്കുന്നത്. ലോകത്ത് ശ്രദ്ധേയമായിട്ടുള്ള 2 വാക്കുകളാണ് ജ്ഞാനവുമുണ്ട്, അറിവുമുണ്ട്. അറിവ് എല്ലാവർക്കും നേടിയെടുക്കാൻ സാധിക്കുന്ന ഒരു വസ്തുതയാണ്. ഏത് രീതിയിലൂടെ നമുക്ക് അറിവ് സമ്പാദിക്കാൻ സാധിക്കും.
ഇന്ന് മനുഷ്യൻ ഏറ്റവും കൂടുതൽ തന്റെ സമയവും തന്റെ സാവകാശങ്ങളും എല്ലാം വിനിയോഗിക്കുന്നത് എങ്ങനെയെങ്കിലും അറിവ് നേടുവാനായിട്ട്, പ്രത്യേകിച്ച് ഇന്നത്തെ പഠിക്കുന്ന കുട്ടികളും യുവതലമുറയും ഒക്കെ എങ്ങനെയാണ് ലോകസംബന്ധമായിട്ടുള്ള അറിവ് നേടുവാനായിട്ട് സാധിക്കുന്നത്. എന്നാൽ അറിവിന് മേലായിട്ടുള്ള ഒരു വലിയ വസ്തുതയാണ് ഞാൻ. ലോകമാണ് അറിവ് നൽകുന്നതെങ്കിൽ ദൈവം നൽകുന്ന ഒരു അവസ്ഥയാണ് ഞാൻ. ഈ ജ്ഞാനം പ്രാപിപ്പാനായിട്ടാണ് ദൈവം നമ്മൾ ഓരോ ദിവസവും ആഗ്രഹിക്കുന്നതെന്ന് ഓരോ വിശ്വാസിയും എപ്പോഴും ഓർക്കണം. അവിടെ നമുക്ക് ലഭിക്കുന്ന ഓരോ ജീവിത അനുഭവങ്ങളും ഓരോ ദിവസങ്ങളും ഓരോ നിമിഷങ്ങളും എങ്ങനെയാണ് ദൈവികമായിട്ടുള്ള ജ്ഞാനത്തെ ഉൾക്കൊള്ളുവാൻ നമുക്ക് സാധിക്കുന്നതെന്ന് തിരിച്ചറിയുവാൻ